ഇനി കേരളം നേരിടാൻ പോകുന്ന വലിയ ദുരന്തം എന്തായിരിക്കും? ഈ മിന്നൽ പ്രളയങ്ങൾ ഇനി കേരളത്തിൻ്റെ ഒരു റിയാലിറ്റിയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഫ്യൂച്ചറിലേക്ക് കൂടുതൽ വരാനാണ് സാധ്യത എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ഒരു അണക്കെട്ടുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കേരളത്തിലെ എല്ലാ ഡാമുകളുടെയും ഒരു ഡാം ബ്രേക്ക് മോഡൽ, അതായത് ആ ഡാം പൊട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു അനാലിസിസ് ഈ 2018 പ്രളയത്തിന് ശേഷം ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട് ഇരിക്കുന്നത് അണ പൊട്ടിയാൽ വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ള സ്ഥലത്താണെന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് ദിസ് ഹാപ്പൻസ്, നമുക്കൊരു അലർട്ട് വരുന്നു രാത്രി 3 മണിക്ക്, വാട്ട് ഷുഡ് ഐ ഡു? 40,000 ആളുകൾ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. 1,00,000 ആളുകൾക്കുള്ള ഒരു നഗരമാണ് അവർ റീബിൽഡ് ചെയ്തത്. അപ്പോൾ 60,000 ആളുകൾ അവിടെ വരുന്നത് പുതിയ സാധ്യതകളുമായിട്ടാണ്. അവർക്ക് ദുരന്തത്തിൻ്റെ ഒരു മെമ്മറി ഇല്ല. അതെ, അപ്പോൾ റെയിൻഫോൾ ഡേറ്റ മറ്റുള്ളത് വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നതിലും വേഗത്തിൽ ഈ ട്വിറ്റർ ഫീഡും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വെച്ചിട്ട് അവർക്കത് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ 25 വർഷത്തിലേറെയായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് മുരളി ചേട്ടൻ. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വലിയതും ചെറുതുമായിട്ടുള്ള ഈ ദുരന്തങ്ങളിൽ ഇടപെട്ടിട്ടുമുണ്ട്. ലോകത്ത് നടന്നിരിക്കുന്ന ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ദുരന്ത നിവാരണം മനസ്സിൽ ഓർമ്മയിലിരിക്കുന്ന ഒരു കേസ് സ്റ്റഡി, അത് നമ്മുടെ കേരളത്തിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് സ്റ്റഡി എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഇത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒരു സ്പെക്ട്രമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ നന്നായിട്ടാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ദുരന്തത്തിന് വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കുക എന്നുള്ളത് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് ഞങ്ങൾ പറയുന്നത് ക്യൂബയും ജപ്പാനുമാണ്. അവിടെ ജപ്പാനിലെ കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ തൊട്ട് അവിടെ വരുന്ന എല്ലാ ദുരന്ത സാഹചര്യങ്ങൾക്കും പരിശീലിക്കപ്പെട്ടാണ് വളരുന്നത്. ക്യൂബയിൽ അവിടെ അത്രയധികം ദുരന്തങ്ങളൊന്നുമില്ല, മിക്കവാറും ചുഴലിക്കാറ്റാണ്. പക്ഷേ ആ സമൂഹം ഒറ്റക്കെട്ടായിട്ടാണ്. ഒരു ചുഴലി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ ആ സമൂഹം ഒരു സെപ്പറേറ്റ് മോഡിലേക്ക് വരികയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവിടെ ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മിനിമൽ ഡാമേജോടെയാണത് കടന്നു പോകുന്നത്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്ന ക്യൂബയും ജപ്പാനുമാണ് ഞാൻ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കാണുന്നത്. മനസ്സിലായി. സാധാരണഗതിയിലുള്ളൊരു സേഫ്റ്റി സാഹചര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടനാണ് അതിൻ്റെ ഒരു മാതൃകയായിട്ട് ഞാൻ കാണുന്നത്. അവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് ഒരു ഓടയിലെ ഒരു റോഡിലെ കുഴി അടയ്ക്കണമെങ്കിൽ, ഒരു ബൾബ് മാറ്റണമെങ്കിൽ, ഇതിന് ഓരോന്നിനും അവർക്ക് കൃത്യമായിട്ടുള്ള പ്രൊസീജിയറുണ്ട്. അത് ഫോളോ ചെയ്തില്ലെങ്കിൽ അതിന് കോൺസിക്വൻസ് ഉണ്ട്. അത് മേൽനോട്ടം വയ്ക്കാൻ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും UK അതിന് മാതൃകയായിട്ടാണ് കാണുന്നത്. റീബിൽഡിങ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാതൃകയായിട്ട് കാണുന്നത് ചൈനയാണ്. ചൈന 2008 അവരുടെ ഭൂകമ്പത്തിൻ്റെ സമയത്ത് വലിയ നാശനഷ്ടമായിട്ടാണ്. 70,000 ആളുകൾ മരിച്ച ഒരു ഭൂകമ്പമാണ്. അന്ന് ഗവൺമെൻറ് പറഞ്ഞു 3 വർഷത്തിനകം നമ്മൾ ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ മൊത്തം റീബിൽഡിങ് നടത്തിയിരിക്കും. 1 വർഷത്തിനകം അവിടുത്തെ സ്കൂളുകൾ തിരിച്ച് കൊണ്ടുവന്നിരിക്കും. 3 വർഷത്തിനകം എല്ലാ ആളുകൾക്കും അവരുടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ ഉണ്ടായിരിക്കും എന്ന് അവർ തീരുമാനിച്ചു. അത് മാത്രമല്ല, ഒരു ദുരന്തത്തിന് ശേഷം പുനർനിർമ്മാണം നടത്തുമ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു കോളനി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോളനി എല്ലാ കാലത്തും ആ ദുരന്തത്തിൻ്റെ ഓർമ്മകളുമായിട്ട് കണക്ട് ചെയ്തതായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ഓരോ ആളുകളും ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളാണ്. അതിന് പകരം ദുരന്തത്തിൽപ്പെട്ട ആളുകളും അല്ലാത്ത ആളുകളും വന്ന് താമസിക്കുന്ന ഒരു കോളനി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇൻവോൾവ് ചെയ്തൊരു പ്രോജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 40,000 ആളുകൾ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. 1,00,000 ആളുകൾക്കുള്ള ഒരു നഗരമാണ് അവർ റീബിൽഡ് ചെയ്തത്. അപ്പോൾ 60,000 ആളുകൾ അവിടെ വരുന്നത് പുതിയ സാധ്യതകളുമായിട്ടാണ്. അവർക്ക് ദുരന്തത്തിൻ്റെ ഒരു മെമ്മറി ഇല്ല. അപ്പോൾ മൊത്തം പുതിയ നഗരത്തിൻ്റെ അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു ഹൈപ്പോത്തിസിസ്. അത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അതായത് ആ ഒരു ദുരന്തമുണ്ടായി റിക്കവർ ചെയ്യുന്ന സമയത്ത് പോലും അതിൻ്റെ ഒരു ഫ്യൂച്ചർ എനർജിയെ പറ്റി ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മേപ്പാടിയിൽ റിക്കവറിയുടെ സമയമാണല്ലോ. ഞാൻ എൻ്റെ മനസ്സിലുണ്ട്, ഈ ഇങ്ങനൊരു നമ്മളൊരു കോളനി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ, 3 ഇരട്ടി ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ, അത് മറ്റുള്ള ആളുകൾക്ക് വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, അവിടെ പുതുതായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, ദുരന്തത്തിൽപ്പെടാത്ത ആളുകൾക്കും തീർച്ചയായും പുതിയ ലൈവ്ലിഹുഡ് വരുന്നൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ ദെൻ യു ക്രിയേറ്റ് എ ന്യൂ മോഡൽ, ന്യൂ എക്കോസിസ്റ്റം
ന്യൂ ലൈവ്ലിഹുഡ്, ന്യൂ ലൈഫ്, അതെ അതെ ആ തരത്തിൽ ലോങ് ടൈം ആയിട്ട് ചിന്തിക്കുന്ന ഞാൻ ചൈനയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. Wow, അപ്പോൾ അങ്ങനെ that's പല great. മാതൃകകൾ ലോകത്തുണ്ട്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിച്ച് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളാണ് അതെ അതൊക്കെ അല്ലേ. അതെ നമ്മൾ മേപ്പാടിയിലേക്ക് വരുന്ന സമയത്ത് വയനാട് നമ്മൾ വലിയൊരു ദുരന്തം കാണേണ്ടി വന്നു. അതെ അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളൊക്കെ നമ്മൾ ഉം. ഓൾറെഡി ശേഖരിച്ചു കഴിഞ്ഞു. പക്ഷേ പുനരധിവാസത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു കാലതാമസം നമുക്ക് കാണേണ്ടതായി വരുന്നുണ്ട്. ഇത് സയൻറ്റിഫിക്കായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി വരുന്ന, ടെക്നിക്കലി വേണ്ടി വരുന്ന ഒരു കാലതാമസമാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു കാലതാമസം, ഒരു ഡിലേ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ടോ? ഉം. കാര്യം ദുരന്തത്തിൽ പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഓരോ മണിക്കൂറും ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. അതെ. എങ്ങനെയാണ് കാലതാമസം ഇല്ലാതെ ഇതിനെ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുക? പൂർണ്ണമായിട്ടും കാലതാമസം ഒഴിവാക്കുക എന്നുള്ള പോസിബിൾ അല്ല. ഒരാളുടെ വീട് റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെതായിട്ട് തീർച്ചയായും. ഫിസിക്കലായിട്ട് സ്പേസിൻ്റെ ഒരു അതെ. സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ പല വിധ വിഷയങ്ങളുണ്ട്. ഒന്നാമത് ഈ ഹൈ റേഞ്ച് പോലൊരു സ്ഥലത്ത് ഇത്രമാത്രം ആളുകൾക്ക് ഒരുമിച്ച് വീട് വയ്ക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കുക എന്ന് പറയുന്നൊരു വെല്ലുവിളിയുണ്ട്. അത് സർക്കാരിൻ്റെ അടുത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റിൽ നിന്നാണ് ഏറ്റെടുക്കുന്നത്. അത് കോടതിയിൽ പോയൊരു സാഹചര്യം, അതിന് പോകുന്നൊരു സമയമുണ്ട്. അതെ. ഇതിനു വേണ്ട പണം കണ്ടെത്തുന്നൊരു സാഹചര്യമുണ്ട്. അതെ. ഇത് ആർക്ക് വീട് കൊടുക്കണം, ഏത് വലുപ്പത്തിലുള്ള വീട് കൊടുക്കണം, അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെടേണ്ട വിഷയങ്ങളാണല്ലോ. അതെ. പക്ഷേ ഇത് നമ്മളൊരു കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ് നമുക്ക് ഉണ്ടാക്കണം. അടുത്ത ലെറ്റ്സ് ഒരു വർഷത്തിനകം സ്കൂളുകളുടെ ഒരു ഇതുണ്ടെങ്കിൽ, എനിക്ക് മനസ്സിലായിടത്തോളം മേപ്പാടിയിലെ സ്കൂൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, പുതിയ സ്കൂളുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് കഴിഞ്ഞിട്ട് കോമൺ ഫെസിലിറ്റീസ്, അത് കഴിയുമ്പോൾ ആളുകളുടെ വീടുകൾ. അപ്പോൾ ഇതിനൊരു ടൈം ഫ്രെയിം ഉണ്ടാക്കുക, അത് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു തരത്തിൽ ഒരു റോഡ് മാപ്പ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ഐ തിങ്ക് വിൽ ബി മോർ റീഅഷ്യൂറിങ്. ഇപ്പോൾ നമുക്ക് എന്തോ സംഭവിക്കുമെന്ന് നമുക്കറിയാം, പക്ഷെ അത് ആക്ച്വലായിട്ട് നമുക്ക് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമുക്ക് കൊച്ചിൻ മെട്രോ ഒക്കെ ഉണ്ടായ സമയത്ത് അവർ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരുന്നു ഇത്ര സമയത്തിനകത്ത് വരും എന്നുള്ളത്. അത് നമുക്ക് റീഅഷ്യൂറൻസ് കൂടിയാണ്. ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, എന്നാൽ പോലും നമുക്ക് 2 മാസം കൂടി സഹിച്ചാൽ മതി, അല്ലെങ്കിൽ 5 മാസം കൂടി സഹിച്ചാൽ മതി എന്നൊരു തോന്നൽ പോലും ആ റിക്കവറി പ്രോസസ്സിന്റെ ഭാഗമാണ്. അതിന്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, മെട്രോ വരുന്ന സമയത്ത് നമ്മുടെ കൊച്ചിയിലേക്ക് അത്യാവശ്യം നല്ല ട്രാഫിക്കിലൂടെ ബുദ്ധിമുട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആദ്യം കൈക്കും പിന്നെ മധുരിക്കും രീതിയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മളത് അങ്ങനെ കാണുമ്പോഴേ ശരിയാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആ സമയം മുഴുവൻ പോകുമ്പോഴൊക്കെ ആരെങ്കിലും റിസ്മരണം നടത്തിക്കൊണ്ടാണല്ലോ പോകുന്നത്. തീർച്ചയായിട്ടും. കാര്യം ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റും ആവശ്യമുണ്ട് വരുന്ന സമയത്ത്. നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ വെബ്സൈറ്റിലെ മുരളിച്ചേട്ടനെ കുറിച്ച് പറയുന്നത്, ഡോക്ടർ മുരളി തുമ്മാരകുടി ഈസ് ദ വൺ ഓഫ് ദ വേൾഡ്സ് ടോപ്പ് അതോറിറ്റീസ് ഇൻ ദ ഫീൽഡ് ഓഫ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് എന്നാണ്. വ്യക്തിപരമായിട്ടൊരു മലയാളി എന്ന രീതിയിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നിയിട്ടുണ്ട് അത്തരത്തിലൊരു വാചകം കാണുന്ന സമയത്ത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് ചലഞ്ചസ് ഉള്ള മേഖല തന്നെയാണ്, പക്ഷേ സെയിം ടൈം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഈ മേഖലയിൽ ജോലി നോക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഉപദേശം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത്തരം ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇത് രണ്ട് ഡിപ്പാർട്ട്മെന്റുകളാണ്. എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒന്ന്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറയുന്ന ഒന്ന്. ഞാനത് രണ്ടും പറയാം, അതിനുശേഷം അതിന്റെ ഇന്റർഫേസും പറയാം. എൻവയോൺമെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് 1970-കൾ മുതൽ ലോകത്ത് വളരെ പോപ്പുലറായി വന്നൊരു വിഷയമാണ്. ലോകത്ത് പല സ്ഥലത്ത് പരിസ്ഥിതി അനുസരിച്ച് നിയമങ്ങളുണ്ടാകുന്നു, UN പരിസ്ഥിതി പ്രോഗ്രാം ഉണ്ടാകുന്നു, പരിസ്ഥിതി അവബോധം കൂടി വരുന്നു. അങ്ങനെയാണ് ഞാനൊക്കെ എൻവയോൺമെൻറ്റൽ വിഭാഗത്തിലേക്ക് വരുന്നത്. ഞാൻ വരുന്ന സമയത്ത് ഇന്ത്യയിൽ അപൂർവ സ്ഥാപനങ്ങളിൽ മാത്രമേ എൻവയോൺമെൻറ്റൽ സയൻസും എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങും ഒരു യോഗ്യതയായിട്ടുള്ളൂ. ഇപ്പോൾ അനവധി സ്ഥാപനങ്ങളിൽ എൻവയോൺമെൻറ്റൽ സയൻസ് ഉണ്ട്, പക്ഷെ ചില സ്ഥാപനങ്ങൾ നിർത്തുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഈ വിദ്യാഭ്യാസം വളർന്ന നിരക്കിൽ തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ വളർന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിസ്ഥിതി വിഭാഗത്തിലേക്ക് പോകുന്ന ആളുകൾ നമ്മളെപ്പോഴും ലോകം മൊത്തം ആണ് നമ്മളുടെ തൊഴിൽ കമ്പോളം എന്നുള്ള ചിന്തയിൽ വേണം നമ്മൾ പോകാനായിട്ട്. നമ്മൾ ഈ ജോലി ചെയ്ത് ഈ പഠനത്തിന് ശേഷം കേരളത്തിൽ മാത്രം ജോലി കിട്ടും, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് രംഗത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നിരാശയുണ്ടാക്കും. കേരളത്തിൽ തന്നെ ഈ എൻവയോൺമെൻറ്റൽ സയൻസ് കഴിഞ്ഞ് ജോലി കിട്ടാത്തവരൊരു സംഘടന തന്നെയുണ്ട്. അപ്പോൾ അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സാഹചര്യമാണ്. കാരണം കേരളത്തിൽ ഓരോ പഞ്ചായത്തിലും ഒരു എൻവയോൺമെൻറ്റൽ ഓഫീസറുടെ ആവശ്യകതയുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ പഞ്ചായത്തിലെ ജോബ് കാറ്റഗറൈസേഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല. എഡ്യൂക്കേഷനിൽ നമ്മൾ എക്സ്പെർട്ടൈസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്ക്
ഗവൺമെന്റിനോട് പറയാനുള്ളത് നമ്മളുടെ ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും ഒരു എൻവയോൺമെന്റൽ റിസോഴ്സ് ഓഫീസർ നമുക്കുണ്ടാകണം. ആ പഞ്ചായത്തിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിലും സോളാർ എനർജി ആണെങ്കിലും വാട്ടർ റിസോഴ്സ് ആണെങ്കിലും കൈകാര്യം ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാണെങ്കിൽ അത് സംസ്ഥാനത്തിന് ഗുണകരമാകും. അത് സുസ്ഥിര വികസനത്തിൻ്റെ രീതിയാണ്. അത് മറ്റുള്ള രാജ്യങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസിന് അനുസരിച്ചുള്ളതാണ്. അതുണ്ടാക്കണം. നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത് പരിസ്ഥിതി വിഷയം എന്ന് പറയുന്ന ആഗോളമായിട്ട് വലിയ സാധ്യതകളുള്ളതാണ്. പക്ഷെ അതിനെ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ അത് ഒരു കരിയർ ഡെഡ് എൻഡാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പുറത്തു പോകാൻ സാധ്യതയില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആളുകൾ ആ പ്രൊഫഷൻ എടുക്കുന്നതിനെ ഞാൻ സാധാരണ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതിനും ഒരു 25 വർഷം ശേഷം വരുന്നൊരു കരിയറാണ്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് അങ്ങനെ ഒരു കോഴ്സ് തന്നെ ഇല്ല. ഇപ്പോൾ അങ്ങനെ കോഴ്സുകളായി വരുന്നു. ഞാൻ പൊതുവെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കോഴ്സായിട്ട് എടുക്കാൻ ആളുകളെ സപ്പോർട്ട് ചെയ്യാറില്ല. കാരണം നമ്മൾ ഒരു ഡിസാസ്റ്റർ സാഹചര്യത്തിൽ എല്ലാ ഡൊമൈനിലുള്ള ആളുകളുടെ ആവശ്യമുണ്ട്. ഡോക്ടർമാരുടെ ആവശ്യമുണ്ട്, എഞ്ചിനീയർമാരുടെ ആവശ്യമുണ്ട്, കമ്മ്യൂണിക്കേഷനുള്ള ആളുകളുടെ ആവശ്യകതയുണ്ട്, ഫയർ ഫൈറ്റേഴ്സിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പം നമ്മൾ ഏത് പ്രൊഫഷനാണോ നമുക്ക് താല്പര്യം അതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാം. ഡോക്ടറായിട്ടോ ടീച്ചറായിട്ടോ നേഴ്സായിട്ടോ എഞ്ചിനീയറായിട്ടോ. അതിനുശേഷം ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഡൊമൈനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങും ആ സാഹചര്യങ്ങളിൽ പോകുന്ന വോളണ്ടിയർഷിപ്പുമായിട്ട് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യാം. അതിനുശേഷം അത് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതെല്ലാം അത്ര ഇഷ്ടപ്പെടുന്ന ഒരു ജോലി ആയിക്കൊള്ളണമെന്നില്ല. കാരണം വളരെ ദുരന്ത സാഹചര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണേണ്ടി വരും. വ്യക്തിപരമായിട്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അതിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ അതൊരു വോളണ്ടറി ആക്ടിവിറ്റി ആയിട്ട് നിലനിർത്തുക. മനസ്സിലായി. അപ്പോൾ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ ഒരു ഡിഗ്രി എടുത്ത് കരിയർ ആക്കുന്നതിലും നല്ലത് നമുക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ഡിഗ്രി എടുത്തതിന് ശേഷം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു ഓപ്ഷനായിട്ട് കാണുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മനസ്സിലായി. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും പരിസ്ഥിതിയും തമ്മിലുള്ള ക്ലബിംഗ് എന്ന് പറയുന്നത് ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആവാൻ വേണ്ടി ആയതല്ല. എൻവയോൺമെൻറ്റിൽ നമുക്ക് ഡിഗ്രി ഉണ്ട്. ആ അനുഭവം ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി. ആ തരത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കും ശരിയായ രീതി. മനസ്സിലായി. കേരളം എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പ്രദേശം നമ്മുടെ തീരദേശങ്ങളാൽ ചുറ്റപ്പെട്ട 44ഓളം നദികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഫ്യൂച്ചറിലേക്ക് കൂടുതൽ വരാനാണ് സാധ്യത എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളം നേരിടാൻ പോകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി കഴിയും? കേരളത്തിലെ ദൈനംദിനമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ്. അത് ഇനിയും നമ്മൾ പൂർണ്ണമായിട്ട് സോൾവ് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം കേരളത്തിലെ ഒരു ഉപഭോഗ സംസ്കാരമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, നമ്മളുടെ സാമ്പത്തിക നില കൂടുന്നു, അതനുസരിച്ചുള്ള ഉപഭോഗം നമുക്കുണ്ട്. അത് നമ്മൾ അനവധി മാലിന്യങ്ങളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഫുഡിൻ്റെ ഇതാണെങ്കിലും ഇപ്പോഴത്തെ പുതിയ ഈറ്റിംഗ് ഔട്ട് അല്ലെങ്കിൽ ഹോം ഡെലിവറി വെച്ചിട്ടുണ്ടാകുമ്പോൾ ഫുഡ് പാക്കേജിങ്ങിൻ്റെ ഒരു സെറ്റ് ഓഫ് വേസ്റ്റ് നമുക്ക് കൂടുന്നുണ്ട്. വീടിൻ്റെ അകത്തുള്ള എല്ലാ വസ്തുക്കളും AC ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും അങ്ങനെയുള്ള വൈറ്റ് ഗുഡ്സ് മുഴുവൻ വേസ്റ്റായി മാറുന്നതാണ്. നമ്മുടെ അടുത്ത് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക് വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, മെഡിക്കൽ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒരു 10-20 സ്ട്രീം ഓഫ് വേസ്റ്റ് പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനം ഇന്ന് നമുക്ക് ഇല്ല. അപ്പോൾ അത് നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറയ്ക്കുന്നുണ്ട്, നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കുന്നുണ്ട്. അതൊരു ഡേ ടു ഡേ ഓൺഗോയിങ് ആയിട്ടുള്ളൊരു വിഷയമാണ്. രണ്ടാമത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നത് നഗരങ്ങളിൽ ഉൾപ്പെടെ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകുന്നതാണ്, മിന്നൽ പ്രളയം. അപ്പോൾ ഇതിൻ്റെ കാരണം തീർച്ചയായിട്ടും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വളരെ വേഗത്തിൽ മഴ പെയ്യുന്നത്, വളരെ സാന്ദ്രതയോടെ പെയ്യുന്നത് ഒരു വിഷയമാണ്. പക്ഷേ വെള്ളത്തിന് ഒഴുകി പോകാനുള്ള പല വഴികളും പണ്ടുണ്ടായിരുന്നത് ഒന്നില്ലെങ്കിൽ സ്ഥലം നികത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒഴുകിക്കൊണ്ടിരുന്ന തോടുകളുടെ വീതി കുറഞ്ഞിരിക്കുന്നു, നികത്തിപ്പെട്ടിരിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. പണ്ട് നമ്മൾ വീട് വെക്കാതിരുന്ന സ്ഥലങ്ങളിൽ, ചതുപ്പ് നിലങ്ങളിലാണെങ്കിലും നദികളുടെ തീരത്താണെങ്കിലും നമ്മൾ വീട് വെക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. ഈ മിന്നൽ പ്രളയങ്ങൾ ഇനി കേരളത്തിൻ്റെ ഒരു റിയാലിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളി പോലെ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നിലമ്പൂർ പോലെ സാധാരണഗതിയിൽ തീരദേശമൊന്നും അല്ലാതെ പ്രളയം പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും നമ്മൾ പ്രളയം ഉണ്ടാവും. ഇത് ഇനി കൂടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോങ് ടൈം ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ തീരപ്രദേശം മൊത്തം വൾണറബിളാണ്. കേരളത്തിലെ തീരപ്രദേശത്തെല്ലാം സമുദ്രനിരപ്പ് ഉയർന്നുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടാകും. ആലപ്പുഴയും എറണാകുളം പോലെയുള്ള നഗരങ്ങളിൽ വരുന്ന വെള്ളം ജലനിരപ്പ് ഉയർന്നുകൊണ്ട് വേഗത്തിൽ
ഒഴുകി പോകാൻ സാധിക്കാത്തതുകൊണ്ട് വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതെ അതെ ഇത് സ്ഥിരമായി വരാൻ പോകുന്നൊരു സാഹചര്യമാണ്. 2018 നാം വലിയൊരു ദുരന്തത്തെ ഫേസ് ചെയ്യുകയുണ്ടായി, പ്രളയം. അപ്പോൾ അന്ന് 2018 ഒരു വർഷം മുന്നേ തന്നെ മുരളിച്ചേട്ടൻ ഈ പ്രളയത്തിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രളയം വന്നതിന് ശേഷമാണ് അത് വലിയ ചർച്ചാ വിഷയമൊക്കെ ആവുന്നത്. പക്ഷെ ആ പറയുന്ന സമയത്ത് അത് ചെവി കൊണ്ടില്ല. 2025 നിൽക്കുമ്പോൾ ഇനി കേരളം നേരിടാൻ പോകുന്ന വലിയ ദുരന്തം എന്തായിരിക്കും? എങ്ങനെയാണ് കേരള ജനത അല്ലെങ്കിൽ കേരളം അതിനെ ഫേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടത്, അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഞാൻ റാസൽ 2018 പ്രളയത്തെ 2011 ആദ്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്തത്. ഓക്കെ. അതിനുശേഷം 2013 അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി. ദെൻ 2017 അസംബ്ലിയിൽ നടത്തിയ ഇതിൽ അതിനെപ്പറ്റി പറഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം അത് പറഞ്ഞിരുന്നു. ഓക്കെ. ഇനി നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ നമ്മളുടെ പുറകിലുണ്ടായിരുന്ന എല്ലാ ദുരന്ത സാധ്യതകളും ഇനിയും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതായത് ഈ നമ്മൾ ഇന്ന് കണ്ട പോലെ ഒരു പ്രളയം തീർച്ചയായിട്ടും വീണ്ടും കേരളത്തിലുണ്ടാകും. ഓക്കെ. അത് പണ്ട് 100 വർഷത്തിലൊരിക്കൽ നടന്നുകൊണ്ടിരുന്ന പ്രളയങ്ങൾ ഇനി അത് 40 വർഷത്തിലാകുമെന്നാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കണക്കുകൾ പറയുന്നത്. അതായത് ഇന്ന് ഈ പ്രളയം കണ്ട തലമുറ ഇനി ഒരു പ്രളയം കൂടി കാണും എന്നുള്ളതാണ് ഇനിയത്തെ പ്രഡിക്ഷൻ. പക്ഷേ പ്രളയം ഒരു പ്രാവശ്യം സംഭവിച്ചുകൊണ്ട് ഇനി അതിനെപ്പറ്റി പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് അതിലൊരു ഗുമ്മില്ല. ആളുകളത് അതിനെപ്പറ്റി അത് പണ്ടേ പറഞ്ഞതാണല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ആ പ്രളയത്തിൽ നമ്മൾ എന്ത് പാഠങ്ങൾ പഠിച്ചു? ആ പ്രളയത്തിൽ വെള്ളം കയറിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ പുതിയ വീടുകൾ വെക്കാതിരിക്കാനുള്ളൊരു തയ്യാറെടുപ്പെങ്കിലും നമ്മൾ നടത്തിയോ? ആ പ്രളയത്തിൽ വെള്ളം കയറിയ വീടുകളിൽ എല്ലാം ഇന്ന് ഹൗസിംഗ് ഇൻഷുറൻസ് ഉണ്ടോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ വേണ്ടത്ര അക്കാര്യത്തിൽ ചിന്തിക്കുന്നില്ല. പ്രളയം ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ മേക്കിംഗ് റൂം ഫോർ ദ റിവർ എന്നുള്ള കൺസെപ്റ്റ് എല്ലാം ഉണ്ടെങ്കിലും അത് ഫുള്ളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഡാമുകളുടെ നടത്തിപ്പിൽ ചില മാറ്റങ്ങൾ ഗുണകരമായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് തീർച്ചയായിട്ടും ഒരു നല്ല മാറ്റമാണ്. ഇനി കേരളത്തിൽ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുണ്ടാകാൻ പോകുന്ന ഒരു ഹൈറൈസ് ബിൽഡിങ്ങിലൊരു അഗ്നിബാധയാണ്. അത് കേരളത്തിൽ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ഹൈറൈസ് ബിൽഡിങ്ങുകൾ വരുന്നു. പക്ഷെ അതിൽ താമസിക്കുന്ന ആളുകൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് ജനറേഷനാണ് ഹൈറൈസ് ബിൽഡിങ്ങിൽ താമസിക്കുന്നത്. അപ്പോൾ ഹൈറൈസ് ബിൽഡിങ്ങിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളതിനെ പറ്റി അറിവില്ല. അതിൻ്റെ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകളില്ല. അത് വേണ്ടത്ര റെഗുലറായിട്ട് ഡ്രിൽ ചെയ്യപ്പെടുന്നില്ല. ആ ഹൈറൈസ് ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫൈറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മളുടെ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും ആർജിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ഹൈറൈസ് ബിൽഡിംഗ് ഫയർ കേരളത്തിൽ ഉണ്ടാകും. അതിൽ ധാരാളം ആളുകൾ മരിക്കുകയും ചെയ്യും. അത് ഒരു നിർഭാഗ്യകരമായ കാര്യമാണ്. കാരണം ഇത് വരാൻ പോകുന്ന കാര്യമാണ്. അതിൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഹൈറൈസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടേജിയസ് അല്ല. ഒരു ബിൽഡിങ്ങിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൽ കണ്ടെയ്ൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രളയം പോലെ കേരളം മൊത്തം നിൽക്കുന്നതല്ല. പക്ഷേ കേരളത്തിൻ്റെ മൊത്തം സൈക്കിയെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ നമുക്ക് മറ്റുള്ള എല്ലാ ബിൽഡിങ്ങുകാരും അലർട്ടാവും. പക്ഷെ അതിന് ആ ഒരു ദുരന്തത്തിൻ്റെ ആവശ്യകത ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഓക്കെ. സോ ഇത്തരം സാഹചര്യങ്ങളെ മറികടക്കാൻ നാം ഇന്ന് ചെയ്യേണ്ട തയ്യാറെടുപ്പുകൾ എന്തായിരിക്കാം? ഈ രീതിയിൽ ഹൈറൈസ് ബിൽഡിങ്ങുകളിൽ ഇത്തരം തീപിടുത്തങ്ങളൊക്കെ ഒഴിവാക്കാനും മറ്റുമായി നാം ചെയ്യേണ്ട പ്രിപ്പറേഷൻ എന്താണ് യഥാർത്ഥത്തിൽ? അതെ, ഈ ഹൈറൈസ് ബിൽഡിങ്ങുകളുടെ അഗ്നി സാധ്യതയെപ്പറ്റി തയ്യാറെടുപ്പുകളെ പറ്റി മാത്രമായിട്ട് ഞാനൊരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ അസറ്റ് ഹോംസ് എന്ന് പറയുന്ന ഗ്രൂപ്പുമായിട്ട് ചേർന്ന് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കി സൗജന്യമായിട്ട് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയതുകൊണ്ട് എനിക്കിതിപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ താല്പര്യമുള്ള ആർക്കും ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി ഗൈഡൻസ് ഫോർ ഹൈറൈസ് ബിൽഡിംഗ് അസറ്റ് ഹോംസ് അല്ലെങ്കിൽ തുമാരുകൂടി എന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ലിങ്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും അതിൽ ഹൈറൈസ് ബിൽഡിംഗിൽ താമസിക്കുന്ന എല്ലാ ആളുകളും അത് വായിച്ചിരിക്കേണ്ടതാണ്. അവരുടെ കമ്മിറ്റി മീറ്റിങ്ങിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ ഒരു അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പിലുണ്ട്. ആ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾ മുഴുവൻ മന്ത്ലി മെയിൻ്റനൻസിനെ പറ്റിയിട്ട്, കാർ പാർക്കിങ്ങിനെ പറ്റിയിട്ട് ഒക്കെയാണ്. സേഫ്റ്റിയെ പറ്റി ഒരു ചർച്ചയും ഒരിക്കൽ പോലും അവിടെ നടന്ന് കണ്ടിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ ആയിരക്കണക്കിന് റെസിഡൻറ്റ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഒരു വിഷയമാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ടാണ് ആ ദുരന്തം ഉണ്ടാകാൻ പോകുന്നത്. ദുരന്തത്തെക്കുറിച്ച്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരു ചോദ്യം കൂടി. ടെക്നോളജി ഏതൊക്കെ രീതിയിലാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്യപ്പെടുന്നത്?
ടെക്നോളജി ഇപ്പോൾ നമ്മൾ ന്യൂ ജനറേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആഹാ ഡ്രോൺസ്, ആഹാ. റോബോട്ടിക്സ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഇത് 4ഉം വലിയ തരത്തിലാണ് ഓൾറെഡി ഉപയോഗിക്കപ്പെടുന്നത്. അതെ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ്. ആഹാ. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലഡ് മോഡലിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ശാസ്ത്രം ആണ്. ഓക്കെ അത് പല സ്ഥലങ്ങളിലും പല പ്രൊഫസർമാർ വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു ചെറിയൊരു നാരോ റിവർ ബേസിൻ മോഡൽ ചെയ്ത് ഫ്ലഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഇപ്പോൾ ഫ്രാൻസിലെ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആഹാ ഹൈഡ്രോളിക്സ് ഡിപ്പാർട്ട്മെൻറ്റോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ല, ആഹാ ഹൈഡ്രോളിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് നടത്തി. ഒരു ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് ആ നാട്ടിലുണ്ടായ ട്വിറ്ററിലെ ഫീഡ്സ് ഉണ്ടല്ലോ, ഓക്കെ അത് നമുക്ക് ബൾക്കായിട്ട് ഡൗൺലോഡ് ചെയ്ത് വാങ്ങാനായിട്ട് കിട്ടും. ആഹാ ആ ട്വിറ്റർ ഫീഡുകളിൽ എവിടെയൊക്കെ റെയിൻ അല്ലെങ്കിൽ ഫ്ലഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ ആഹാ ആ ബിഗ് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ദേ കുഡ് പ്രെഡിക്റ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫ്ലഡ് ഫാസ്റ്റർ ദാൻ വാട്ട് ദ എഞ്ചിനീയേഴ്സ് വർ പ്രഡിക്റ്റിംഗ് വിത്ത് ദർ മാത്തമാറ്റിക്കൽ മോഡൽ. ഓക്കെ അതെ, അപ്പോൾ റെയിൻഫോൾ ഡേറ്റ ആഹാ. മറ്റുള്ളത് വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നതിലും വേഗത്തിൽ ഈ ട്വിറ്റർ ഫീഡും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വെച്ചിട്ട് അവർക്കത് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ആ. ചിന്തിക്കാത്ത ആംഗിളിലൊക്കെയാണ് AI വരുന്നത്. മനസ്സിലായി. ഡ്രോൺസ് സ്വാഭാവികമായിട്ടും ഒരു ഏർലി വാർണിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ആഹാ. എമർജൻസി റെസ്പോൺസിൻ്റെ കാര്യത്തിലാണെങ്കിൽ, മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ, ആഹാ ഇപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ റുവാണ്ടയിൽ ഈ ആശുപത്രിയിലേക്ക് ബ്ലഡ് അയക്കാൻ വേണ്ടി മാത്രമായിട്ട് ഓക്കെ ഒരു ഡ്രോൺ ഓക്കെ സ്റ്റാർട്ടപ്പ് ഉണ്ട്. ഓക്കെ അപ്പോൾ ഓരോ 5 മിനിറ്റിലും അവിടെ നിന്ന് ബ്ലഡുമായിട്ട് ഓരോ ആശുപത്രിയിലേക്ക് ഡ്രോണുകൾ പോകുന്ന ഒരു മനസ്സിലായി. സാഹചര്യമുണ്ട്. ഓക്കെ അത് ഓക്കെ ഇതിൽ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതെ. ഭയങ്കരമായിട്ട് അതിശയവും ആനന്ദവും ഉണ്ടാവുന്ന കാര്യമാണ് മനസ്സിലായി. ആഹാ. സാങ്കേതിക വിദ്യ മാറുന്നത്. ഓക്കെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ലാൻഡ്സ്ലൈഡ് പോലുള്ള സാഹചര്യങ്ങളിൽ ആഹാ എവിടെയാണ് സമ്മർദ്ദം ഉണ്ടാകുന്നത്, അപ്പോൾ എവിടെയാണ് നമ്മൾ ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടത്, മറ്റുള്ള ഏർലി വാർണിംഗ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന എല്ലാം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഓക്കെ അങ്ങനെ ഈ പുതിയ തലമുറ സാങ്കേതിക വിദ്യകളെല്ലാം വളരെ ഇൻറ്റൻസീവായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഓക്കെ ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയനിൽ ആ ആ AI ഫോർ ഗുഡ് എന്ന് പറയുന്ന ഒരു ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ എവിടെയൊക്കെയാണ് നിർമ്മിത ബുദ്ധി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ. ഓക്കെ അതിൽ AI ഫോർ നാച്ചുറൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഇനിഷ്യേറ്റീവ് ഉണ്ട്. ആ. ഞാനതിൻ്റെ ഗ്ലോബൽ വൈസ് ചെയർ കൂടിയാണ്. ഓക്കെ ഞങ്ങൾ ലോകത്തുനിന്ന് അനവധി എക്സാമ്പിൾസ് നിർമ്മിത ബുദ്ധിക്ക് വേണ്ടിയിട്ട് ഓരോ സമയത്തും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ and that's going to grow and multiply every day. തീർച്ചയായിട്ടും ഈവൻ സോഷ്യൽ മീഡിയ പോലും വളരെയേറെ ഇപ്പം നമ്മുടെ ഫ്ലഡിൻ്റെയൊക്കെ സമയത്ത് സോഷ്യൽ മീഡിയ അതിൻ്റെ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട് ആ ഒരു അതെ. സപ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് വളരെയേറെ ചില മിസ് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യപ്പെടുന്നത് പാരലൽ അതെ. നടക്കുന്നത് എങ്കിൽ പോലും അതിൻ്റെ ഒരു പോസിറ്റീവ് വശം നോക്കിക്കഴിഞ്ഞാൽ ഈ കോർഡിനേഷൻ സോഷ്യൽ മീഡിയ വഴി വലിയ തോതിൽ ആണ്, നമ്മുടെ without കേരളത്തില് doubt, ചെയ്യാൻ വേണ്ടിയിട്ട് without doubt. പറ്റിയിട്ടുണ്ട്. എല്ലായിടത്തും ഇപ്പോൾ ചൈനയിൽ എർത്ത്ക്വേക്കിൻ്റെ കാലത്ത് അന്ന് ഫേസ്ബുക്ക് എങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. ആഹാ. ചെന്നൈയിലെ ഫ്ലഡിൻ്റെ സമയത്തെ റെസ്ക്യൂ ആണെങ്കിലും ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്നതാണെങ്കിലും, കേരളത്തിലെ ഫ്ലഡിൻ്റെ സമയത്ത് ഈ റെസ്ക്യൂ കോർഡിനേഷൻ ആണെങ്കിലും, ഇതിലൊക്കെ പല നാടുകളിലിരുന്ന ആളുകൾ സോഷ്യൽ മീഡിയ വഴി കണക്ട് ചെയ്ത് സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ നെഗറ്റീവ് ഫേക്ക് ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആഹാ. സോഷ്യൽ മീഡിയ ഇസ് എ കംപ്ലീറ്റ്ലി ഫോഴ്സ് ഫോർ ഗുഡ് ഇൻ ദ തീർച്ചയായും. കോണ്ടെക്സ്റ്റ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഈ ന്യൂസ് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൽ വരുന്നതാണ് ഈ മുല്ലപ്പെരിയാർ ഡാം. അതെ, മുല്ലപ്പെരിയാർ ഡാം പല രീതിയിലേക്കുള്ള ചർച്ചകൾ ഓരോ സമയത്ത് ന്യൂസ് വരുന്നു, പല രീതിയിലേക്കുള്ള ചർച്ചകൾ നടന്നു. കുറച്ച് കാലത്തേക്ക് അതിൻ്റെ വിവരങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവർ അവെയർഡ് അല്ല. അതെ, അവർക്ക് മനസ്സിലൊരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് തീർച്ചയായിട്ടും. തോന്നുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എറണാകുളത്തെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. എറണാകുളമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിലായി പോകും എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഫിയേഴ്സ് ഈ സാധാരണ ആൾക്കാരുടെ മനസ്സിലുണ്ട്. മുരളിച്ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്താണ് മുല്ലപ്പെരിയാറിൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ? നമ്മളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ 1978 ഞാൻ ആദ്യമായിട്ട് മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള ഈ അപകട വാർത്ത ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. അന്ന് തൊട്ട് പല പ്രാവശ്യം പല സൈക്കിൾസായിട്ട് ഇങ്ങനെ വരും. ആ സമയത്തെല്ലാം ആളുകൾ പേടിക്കും. അതെ പിന്നെ അതങ്ങ് വാർത്തയിൽ നിന്ന് ഇല്ലാതെയായി പോകും അതെ എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി എൻ്റെ ഒരു അഭിപ്രായം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അണക്കെട്ടുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ആഹാ അത് ഏത് അണക്കെട്ടിനാണെങ്കിലും ഉണ്ട്. ഓക്കെ പക്ഷെ അത്
എന്ന് പൊട്ടുമെന്നു എന്നുള്ളത് അത് എന്ന് നിർമ്മിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമായിട്ടാണ്. ഞാൻ കേരളത്തിലെ ക്യാബിനറ്റിൽ വേണ്ടിയിട്ടൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അന്ന് ഈ ചോദ്യം ചോദിച്ചു. ഞാൻ അന്നും അവരോട് പറഞ്ഞ കാര്യമുണ്ട്, അത് കല്യാണം കഴിക്കുന്ന പോലെയാണ്. എന്ന് ഏത് കല്യാണത്തിലും ഒരു ഡൈവോഴ്സിൻ്റെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ എന്ന് ആ പൊട്ടി എന്നുള്ളത്, എന്ന് കെട്ടി എന്നുള്ളതിനനുസരിച്ചല്ല ഇരിക്കുന്നത്, എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ്. ഞാൻ UN ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ അനവധി ഡാമുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിരുന്നത് മോസുൾ ഡാം എന്ന് പറയുന്ന, ഒരു കാലത്ത് സദാം ഡാം എന്ന് പറയുന്ന ഒരു ഡാമായിരുന്നു ഇറാഖിൽ. 1970-കളിൽ ഉണ്ടാക്കിയ ഡാമാണ്. അപ്പോൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഡാമുകൾ ഇന്ന് ലോകത്തുണ്ട്, 100 വർഷം പഴക്കമുള്ള ഡാമുകളുണ്ട്. പക്ഷേ 30 വർഷം മാത്രം പഴക്കമുള്ള സദാം ഡാമായിരുന്നു ഏറ്റവും കൂടുതൽ റിസ്ക് സാധ്യതയുള്ളൂ. കാരണം അവിടുത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ പതനം, ISISന്റെ വരവ്, ഇത് എല്ലാം കാരണം അവിടുത്തെ മെയിൻ്റനൻസ് അവിടെ ഇല്ലാതെ ആയിപ്പോയി. അതുകൊണ്ടാണ് അവിടെ സാധ്യത കൂടിയത്. കേരളത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ മേജർ ഡാമുകൾ എന്ന് പറയുന്ന 60 ഡാമുകളുണ്ട്. ഈ ഓരോ ഡാമുകൾക്കും ഇതുപോലൊരു സാധ്യതയുണ്ട്. മുല്ലപ്പെരിയാർ മാത്രമായിട്ടൊരു സാധ്യതയില്ല. സാധ്യത വ്യത്യസ്തമാണ്, പക്ഷേ ഉണ്ട്. ഈ 60 ഡാമുകളെയും ഒരേ ഫ്രെയിം ഓഫ് അനാലിസിൽ കൂടെ നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തതിന് ശേഷം മുല്ലപ്പെരിയാറിന് ഒരു സർട്ടൻ സാധ്യത ഉണ്ടാകും, ഇടുക്കിക്ക് വേറൊരു സാധ്യമാകും, ഇടമലയാറിന് വേറൊരു സാധ്യമാകും. ഡാമുകൾ നമുക്ക് വേണമെങ്കിൽ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നെന്ന് പറയുമ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡാമുകൾ, റെഡ് കാറ്റഗറി. രണ്ടാമത്തത് യെല്ലോ കാറ്റഗറി, സംതിങ് വിച്ച് ഡേഞ്ചറസ് ബട്ട് വി ക്യാൻ ബി മെയിൻറ്റെയിൻ. മൂന്നാമത്തെ ഗ്രീൻ കാറ്റഗറി, വിച്ച് ഇസ് സേഫ് ഫോർ ടൈം ബീങ്, യു ജസ്റ്റ് ഹൗ ടു മോണിറ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അതിന് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആക്ഷന് കൂടുതൽ ക്രെഡിബിലിറ്റി ഉണ്ടാകും. നമ്മൾ മലയാളികൾ കഴിഞ്ഞ 40 വർഷമായിട്ട് ചെയ്യുന്ന എന്താണ്, ഈ ഒരൊറ്റ ഡാമിന് ഫോക്കസ് ചെയ്തിട്ട് ഇത് മാത്രം ദുരന്ത സാധ്യതയുള്ളതാണെന്നും മറ്റുള്ളതിനെ പറ്റി യാതൊരു പറയും നമുക്കില്ല. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് കേരളത്തിന് പുറത്തുള്ള ആളുകൾ സമയത്തോളം ഇത് വലിയൊരു സംഭവമാണെന്ന് അവർ കാണാത്തത്. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ജീവൻ അപകടത്തിലാണ്. പക്ഷെ ആരും സുപ്രീം കോടതി ആണെങ്കിലും അവരൊന്നും നമ്മളുടെ ക്രൈ കേൾക്കുന്നില്ല. പക്ഷേ അവിടെ നിന്ന് അവർ നോക്കുമ്പോൾ അവർ കാണുന്നത് എന്താണ്, ഈ 60 ഡാമുമായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നു, 59 ഡാമിനെ പറ്റി നമ്മളൊന്നും മിണ്ടുന്നില്ല, ഒരു ഡാമിൻ്റെ പുറകെ പോവുകയാണ്. അങ്ങനെ പോകുന്നിടത്തോളം കാലം ഇതിന് യാതൊരു അറ്റൻഷൻ കിട്ടില്ല എന്നുള്ളത് ആണ് എൻ്റെ അഭിപ്രായം. ഈ 60 ഡാമുകളും ഒരേ തരത്തിൽ ദുരന്ത സാധ്യതയുള്ളതായിട്ട് മനസ്സിലാക്കി, ആ ദുരന്ത സാധ്യതകൾ വ്യത്യസ്തമാണ്, പക്ഷേ ആ ദുരന്തത്തിൻ്റെ ഒരു പോസിബിലിറ്റി എല്ലാത്തിനും ഉണ്ട്. ആ പോസിബിലിറ്റി വിൽ ബി ദ പെർസെൻറ്റേജ് വിൽ ബി ഡിഫറെൻറ്റ്. ആ തരത്തിൽ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മുല്ലപ്പെരിയാർ ആവണമെന്നില്ല ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത്. അതിന് നമുക്ക് കൈകാര്യം ചെയ്യാം. ആൻഡ് ദാറ്റ് വിൽ ഇംപ്രൂവ് അവർ ക്രെഡിബിലിറ്റി ടു ദ എക്സ്റ്റേണൽ വേൾഡ്. മനസ്സിലായി. അപ്പോൾ ഡേ ടു ഡേ that's not something which I would be worried about. അപ്പോൾ അത്തരത്തിലൊരു അനാലിസിസ് ചെയ്യപ്പെടുകയോ ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെടുകയോ ഇന്നവരെ നമ്മുടെ ഒരു ഡാമുകളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും സംഭവിച്ചില്ല. പക്ഷെ നമുക്ക് അറിയാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട്. കേരളത്തിലെ എല്ലാ ഡാമുകളുടെയും ഒരു ഡാം ബ്രേക്ക് മോഡൽ, അതായത് ആ ഡാം പൊട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു അനാലിസിസ് ഈ 2018 പ്രളയത്തിന് ശേഷം ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടെന്ന് മാത്രമല്ല, ഇൻഫർമേഷൻ മുഴുവൻ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അതെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ വീടിരിക്കുന്ന സ്ഥലം ഈ ഒരു ഇടുക്കി പൊട്ടിയാൽ, അല്ലെങ്കിൽ ഇടമലയാർ പൊട്ടിയാൽ, അല്ലെങ്കിൽ കക്കയം, പമ്പ, ഏത് അണക്കെട്ടാണെങ്കിലും പൊട്ടിയാൽ വെള്ളം പൊങ്ങുന്ന സ്ഥലത്താണോ എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. പക്ഷെ ഇതിനെപ്പറ്റി ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും എഴുതിയിട്ട് പോലും ഒരു മാധ്യമങ്ങൾ പോലും ആ ഒരു കാര്യത്തിൽ ഒരു താല്പര്യം എടുത്തിട്ടില്ല. എന്താ പറയുകയാണെങ്കിൽ അതിന് ജനങ്ങൾക്ക് താല്പര്യമില്ല. ജനങ്ങൾക്ക് ഈ മുല്ലപ്പെരിയാർ എപ്പോൾ പൊട്ടും, അല്ലെങ്കിൽ അത് ഉറപ്പായിട്ട് പൊട്ടും എന്നുള്ള തരത്തിൽ ആളുകളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായി. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ പോലും അതനുസരിച്ചിട്ട് ഉള്ള ഫോളോ അപ്പ് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിലാണ് അനവധി ഡാമുകളുള്ളത്. കുറേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. കേരളം 100% ഇലക്ട്രിഫൈ ചെയ്ത ഒരു സംസ്ഥാനമാണ്. LCD ബോർഡിൻ്റെ അടുത്ത് ഡേറ്റയുണ്ട്. അവരുടെ കൺട്രോളിലുള്ള ഡാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വീടുകളിൽ വെള്ളം എത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഡേറ്റ അവരുടെ അടുത്തുണ്ട്. കേരളത്തിലെ ഓരോ വീടുകളുടെയും ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അവരുടെ ഇതുണ്ട്. അപ്പോൾ അവരുടെ ഇലക്ട്രിക്കൽ മീറ്ററിൻ്റെ താഴെ അവരൊന്ന് മാർക്ക് ചെയ്ത് വെക്കാന്ന് വെച്ചോ, ഈ വീട് ഇരിക്കുന്നത് അണ പൊട്ടിയാൽ വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ള സ്ഥലത്താണെന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അവയർനെസ് ആയല്ലോ. മനസ്സിലായി. അപ്പോൾ നമ്മളോട് പറയാം, സപ്പോസ് ദിസ് ഹാപ്പൻസ്, നമുക്കൊരു അലർട്ട് വരുന്നു രാത്രി 3 മണിക്ക്, വാട്ട് ഷുഡ് ഐ ഡു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ നമുക്ക് മാപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ഈ മാപ്പ് കണ്ടിട്ടുണ്ട്.
എനിക്കറിയാം എവിടെയാണ് പെരുമ്പാവൂർ എവിടെയാണ് വെള്ളം വരുന്നതെന്ന് എനിക്കറിയാം. ഓക്കെ. പക്ഷെ ദെൻ വാട്ട് ആം ഐ സപ്പോസ് ടു ഡു? നോ, ആം ഐ സപ്പോസ് ടു ക്ലൈംബ് ടു സെക്കൻഡ് ഫ്ലോർ? സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കുന്നതാണോ, അതെയോ ഞാൻ കോതമംഗലത്തിന് വണ്ടി എടുത്ത് പോകണോ, വേറെ ഏത് വഴിക്ക് ഓടണം എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് ഇന്നും ഒരു അവയർനെസ് തന്നിട്ടില്ല. ആ തരത്തിൽ എല്ലാ ഡാമുകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അവയർനെസ് സ്കീമിൻ്റെ കൂടി ആവശ്യകതയുണ്ട്. പക്ഷെ ഇന്നും അതിനുള്ള പബ്ലിക് ഡിമാൻഡ് ഇവിടെ ഇല്ല. പബ്ലിക് ഇസ് ജസ്റ്റ് ഫോക്കസ്ഡ് ഓൺ വൺ ഡാം. അത് പുറമേ നോക്കുന്ന ആളുകൾക്ക് അല്പം ഫിയർമോങ്ങറിയായിട്ട് തോന്നും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഇനീഷ്യേറ്റീവുകളുടെ വാർത്തകൾ കൂടി മാധ്യമങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് അങ്ങനെ ചെയ്യാതെ, പക്ഷെ പോസിറ്റീവ് വാർത്തകൾക്ക് ലോകത്തിൽ പൊതുവെ ഡിമാൻഡ് ഇല്ല. ഇതൊരു ഫാക്ട് കൂടിയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 1000 ആളുകൾ പോലും കാണാറില്ല. ഞാൻ അതിന് പകരം മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ട് അല്പം എക്സ്പ്ലോസീവ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ ആയിട്ട് 1 മില്യൺ ആളുകൾ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം അതല്ല. അതെ, തീർച്ചയായും. വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ. അതൊരു ടെമ്പററി കാര്യം മാത്രം. നമുക്ക് വ്യൂസും ഷെയറും ലൈക്സും കിട്ടിയേക്കാം. അതെ. പക്ഷേ ജനങ്ങളുടെ മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആൾക്കാർ ഏറ്റെടുക്കുന്ന ആൾക്കാർ കേരളത്തിലുണ്ട്. അത്തരം ന്യൂസ് നമ്മൾ കൂടുതൽ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലെ യുവാക്കൾ ഇപ്പോൾ അനവധി, എനിക്ക് തോന്നുന്നു പക്ഷേ 10% കേരളത്തിലെ യുവാക്കൾ കേരളത്തിന് പുറത്ത് ആണ്. ഈ പുറത്ത് പോയ ഒരു സ്ഥലത്ത് പോലും കേരളത്തിലെ യുവാക്കളെ പറ്റി ഏതെങ്കിലും ഒരു തരത്തിലൊരു ബിഗ് പിക്ചർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായിട്ടുള്ള അഭിപ്രായം ഇല്ല എന്ന് മാത്രമല്ല, വളരെ സിൻസിയർ, ഏബിൾ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏത് തൊഴിലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള, ആ ലോക്കൽ കൾച്ചറുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരു സമൂഹമായിട്ടാണ് മലയാളികളെ ലോകം കാണുന്നത്. ആ യുവത്വത്തെ എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ വേണ്ടത്ര പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഡ്രഗ് എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച് അത് പ്രോബ്ലം ഒഴിവാക്കാമെന്നുള്ളത് സാധിക്കുന്നൊരു കാര്യമല്ല. ജീവിതത്തിൽ മറ്റുള്ള യാതൊരു ലഹരി അവസരങ്ങളോ, അതായത് ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ഡാൻസ് ചെയ്യാനോ ഗേൾഫ്രണ്ട്സുമായിട്ട് നടക്കാനുള്ള അവസരങ്ങളില്ല, ന്യായമായിട്ട് സമ്പാദിക്കാനുള്ള അവസരങ്ങളില്ല. ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു യുവത്വത്തിന് ഇതൊരു എസ്കേപ്പായിട്ട് തോന്നുന്നത് സ്വാഭാവികമാണ്. അത് ഒഴിവാക്കേണ്ടതാണ്. പലപ്പോഴും പല രീതിയിലേക്കുള്ള ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ വരുന്ന സമയത്ത് ഈ ലോക്കൽ എക്കണോമി അല്ലെങ്കിൽ ലോക്കൽ ആൾക്കാർ അതിനൊരു തടസ്സമായിട്ട് മാറുന്നുണ്ട്. അവരുടെ ജീവിതത്തെ വളരെ സാരമായി ബാധിക്കുന്നത് കൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. ഇത് വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഗ്ലോബലി ചെയ്യുന്ന എന്തെങ്കിലും കേസ് സ്റ്റഡീസോ സ്ട്രാറ്റജീസ് ഷെയർ ചെയ്യാനുണ്ടോ? ഇന്ന് കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 34 മില്യൺ ആളുകൾ ആണ്. 47 മില്യണുള്ള സ്പെയിനിൽ കഴിഞ്ഞ വർഷം 100 മില്യണിൽ കൂടുതൽ ആളുകൾ വന്നു. അപ്പോൾ കേരളത്തിൽ എത്രയാണ് സാധ്യമായിട്ടുള്ളത്? 34 മില്യൺ ആണെങ്കിൽ 68 മില്യൺ തീർച്ചയായിട്ടും സാധ്യമാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു 100 ഇരട്ടി സ്കെയിലിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ 1000 ഗ്രാമങ്ങളും അനവധി ടൂറിസം സാധ്യതകൾ ഉള്ളതാണ്. ഈ 1000 ഗ്രാമങ്ങളിലും ആ ടൂറിസം അവസരങ്ങൾ ഉപയോഗിക്കാനുള്ളൊരു സംവിധാനം നമുക്കുണ്ടാകാം.